ഇതാ സകല ജനത്തിനും വേണ്ടിയുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. കാലിത്തൊഴുത്തിലെ പിള്ളക്കച്ചയിൽ നിങ്ങൾക്കായി ലോകത്തിൻ്റെ രക്ഷകൻ ജനിച്ചിരിക്കുന്നു. ഏവർക്കും ഈ പുണ്യദിനത്തിൻ്റെ ക്രിസ്തുമസിൻ്റെ മനോഹരമായ മംഗളങ്ങളും ദൈവാനുഗ്രഹങ്ങളും ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ലോകം രണ്ടായി മുറിയപ്പെട്ടതിൻ്റെ ഓർമ്മയാണ്. BC AD എന്ന് പറഞ്ഞ്, ക്രിസ്തുവിന് പിൻപും മുൻപും എന്ന് പറഞ്ഞ് ഒരു മനുഷ്യൻ്റെ ജനനം ലോകത്തെ കീറിമുറിച്ചതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. അവൻ്റെ ജനനത്തിൽ ചരിത്രം രണ്ടായി കീറിമുറിഞ്ഞുവെങ്കിൽ അവൻ്റെ മരണത്തിൽ ആകാശവും ഭൂമിയും പാതാളവും ഒരുപോലെ വിറങ്ങലിച്ചിരുന്നു. അങ്ങനെയെങ്കിൽ അതൊരു ഉടയവനാണെന്ന് നിശ്ചയമാണ്. ഒരു ഉടയവന് കാലിത്തൊഴുത്തിലെ പിള്ളക്കച്ചയിൽ പിറക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യമുണ്ട്. ക്രിസ്തുമസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം അത് രണ്ട് വാക്കുകളുടെ ചേരലാണ്. ക്രൈസ്റ്റ് മാസ് എന്ന് പറഞ്ഞാൽ മിശിഹായുടെ, ക്രിസ്തുവിൻ്റെ പ്ലസ് മാസ്, ബലി. ഒരു ക്രിസ്തുവിൻ്റെ ബലിയെ സൂചിപ്പിക്കുന്നതാണ് അവൻ്റെ ജനനത്തിൻ്റെ തിരുനാൾ. നമ്മൾക്ക് ജനിക്കുമ്പോൾ ജനന തിരുനാൾ എന്നാണ് പറയുക. ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് അർത്ഥം. ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകൾ വേണ്ടെന്ന് വെച്ച് മനുഷ്യനായി അവൻ്റെ രൂപവും ഭാവവും ധരിച്ച് അവനോടൊപ്പം ചിരിച്ചും കളിച്ചും കരഞ്ഞും ഒടുവിൽ അവന് വേണ്ടി മരിച്ച് ഉദ്ധാനം ചെയ്യാൻ പോകുന്നതിൻ്റെ ആദ്യ ബലിയർപ്പണമാണ് ക്രിസ്മസ്. ദൈവത്തിൻ്റെ ചങ്കോട് ചേർന്നിരുന്ന മകൻ ആ ചങ്കിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ബലിയായി തീർന്നതിൻ്റെ ഓർമ്മ. എന്തുകൊണ്ടാണ് സത്രത്തിൽ അവൻ ഇടം കിട്ടിയില്ലെന്ന് വചനത്തിൽ എഴുതി വച്ചിരിക്കുക? സത്രം അത് വലിയ മനുഷ്യരുടെ ഇടമാണ്. അഹങ്കാരങ്ങളും അഭിമാനങ്ങളും സൂക്ഷിക്കുന്നവരുടെ, ധാർഷ്ട്യങ്ങളുള്ളവരുടെ ഒരുക്കപ്പെട്ടിരിക്കുന്ന ഇടത്തിൻ്റെ ഒരിടമാണ്. അങ്ങനെ ഒരിടത്ത് ബലിയാവേണ്ടവന് ബലിയായി പിറക്കാൻ കഴിയില്ലല്ലോ. അപ്പമാകേണ്ടവൻ പിറക്കേണ്ടത് അപ്പത്തിൻ്റെ തൊട്ടിയിലായിരിക്കണമെന്ന് അനാദിയിലെ ദൈവനിശ്ചയമാണ്. നാട്ടിൽ വേറെ ഇടമില്ലാത്തത് കൊണ്ടല്ല. നാട്ടിൽ പോകുന്ന വഴിക്ക് മണ്ണിൽ പെറ്റിടാമായിരുന്നു. പോകുന്ന വഴിക്ക് ഏതെങ്കിലും ചെറ്റക്കുള്ളിൽ കയറി അവർക്ക് പ്രസവിക്കാമായിരുന്നു. പക്ഷേ ഓടുന്ന വഴിക്ക് ആദ്യം കണ്ടുമുട്ടിയത് കാലിത്തൊഴുത്താണ്, ഒരു ഗുഹയാണ്. ആ ഗുഹയ്ക്കുള്ളിലേക്ക് പാഞ്ഞു കയറി ആ പാവപ്പെട്ട പശുക്കൾ അന്നം തിന്നുന്ന അന്നത്തിൻ്റെ പുൽത്തൊട്ടിയിൽ എന്തുകൊണ്ടാണ് ഒരു ദൈവം പിറന്നത് എന്ന് ചോദിച്ചാൽ, അപ്പമാകേണ്ടവൻ പിറക്കേണ്ടത് അപ്പത്തിൻ്റെ തൊട്ടിയിലാണത്രേ. അതുകൊണ്ടാണ് കാലികൾ അപ്പം തിന്നുന്ന അപ്പത്തിൻ്റെ തൊട്ടിയിലേക്ക് അപ്പമാകേണ്ടവൻ പിറന്നു വീണത്. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവത്തിന് ഭൂമിക്ക് അപ്പമാകാൻ കഴിയുമെങ്കിൽ നമുക്കൊക്കെ എന്തോരം ഇങ്ങനെ അപ്പമായി തീരാം. അപ്പം എന്ന് പറഞ്ഞാൽ ഒരുവൻ്റെ വിശപ്പടക്കുന്ന വസ്തുവാണല്ലോ. അങ്ങനെയെങ്കിൽ വിശപ്പെന്ന് പറഞ്ഞാൽ അത് ഭൗതികതയുടെ വിശപ്പ് മാത്രമല്ല, ഒത്തിരിയേറെ ആഗ്രഹങ്ങളുടെ വിശപ്പുണ്ട്. ഒറ്റപ്പെട്ടവന് കൂട്ടിൻ്റെ വിശപ്പുണ്ട്, താർന്നവന് ആരോഗ്യത്തിൻ്റെ വിശപ്പുണ്ട്, രോഗിക്ക് സൗഖ്യത്തിൻ്റെ വിശപ്പുണ്ട്, മരിച്ചവന് ഉദ്ധാനത്തിൻ്റെ വിശപ്പുണ്ട്, നാണം കെട്ടവന് സ്നേഹത്തിൻ്റെ വിശപ്പുണ്ട്. ഇങ്ങനെ എല്ലാവർക്കും വിശപ്പുള്ള മനുഷ്യരാണ്. നമ്മളെല്ലാവരും വിശപ്പുള്ളവരല്ലേ. ഒത്തിരിയേറെ കാര്യങ്ങൾക്ക് വിശക്കുന്നവരാണ് നമ്മൾ. അങ്ങനെയെങ്കിൽ നമ്മളൊക്കെ ഈ വിശപ്പടക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ്. വിശപ്പടക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് ഒരപ്പൻ ഒരു കുടുംബത്തിൻ്റെ. വിശപ്പടക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് ഒരമ്മ ആ കുടുംബത്തിൻ്റെ. ഒരുപക്ഷെ നമ്മളൊക്കെ ഒരപ്പൻ മക്കൾക്ക് അപ്പമാകാറുണ്ട് ഒരു വിയർപ്പിലൂടെ. ഒരമ്മ മക്കൾക്ക് അന്നമാകാറുണ്ട് അമ്മിഞ്ഞ പാലിലൂടെ. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ബലിയായി നമ്മൾ ആരും മാറാറില്ലല്ലോ. ഈ ക്രിസ്മസ് അങ്ങനെ ആകട്ടെ. വെറുതെ ആഘോഷിച്ച് തീർക്കാൻ എളുപ്പമാണ്. നമ്മളൊക്കെ പറയാറില്ലേ, ഉണ്ണി പിറക്കട്ടെ, ഉണ്ണി പിറക്കട്ടെ. എത്രയോ നാളായി ഉണ്ണി പിറക്കാൻ തുടങ്ങിയിട്ട്. ഒരു 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞതൊരു 25 വർഷമായി കാണും ഉണ്ണി പിറക്കാൻ തുടങ്ങിയിട്ട് ഓർമ്മ വെച്ചത്. അതിനു മുമ്പേ ജനനസമയത്ത് വിശുദ്ധ മാമോദീസയിലെ ഉണ്ണി ആ കുഞ്ഞിൻ്റെ ഉള്ളിൽ പിറന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു ഓർമ്മയുടെ കാലഘട്ടം കൂട്ടിയാൽ ഒരു 25 വയസ്സെങ്കിലും ആയി കാണും ഉണ്ണിക്ക്. പക്ഷേ ഇന്ന് നമ്മൾ പറയുന്നത് എന്താണ്? ഉണ്ണി പിറക്കട്ടെ, ഉണ്ണി പിറക്കട്ടെ എന്ന്. എന്താ കാരണം? ഈ ഉണ്ണിയെ കാലഘട്ടം അന്ന് കൊല്ലാൻ വിധിച്ചതുപോലെ നമ്മുടെ സ്വാർത്ഥതകൾ ഈ ഉണ്ണിയെ കൊന്നുകളയുക. എന്നിട്ട് ഓരോ ക്രിസ്മസിൽ നമ്മൾ പറയാണ് ഉണ്ണി പിറക്കട്ടെ, ഉണ്ണി പിറക്കട്ടെ. അങ്ങനെ പറയരുത് പ്രിയപ്പെട്ടവരെ. പിറന്ന ഉണ്ണിക്ക് വയസ്സെത്രയാണെന്നുള്ള ചോദ്യമാണ് ഓരോ ക്രിസ്മസും. എൻ്റെ ഉള്ളിൽ പിറന്ന ഉണ്ണിക്ക് പ്രായം എത്രയായെന്ന് ഓർമ്മപ്പെടുത്തുന്നതിൻ്റെ ചോദ്യമാണ് ഓരോ ക്രിസ്മസും. നമുക്ക് ആഗ്രഹിക്കാം, ഈശോയെ ഈ ക്രിസ്തുമസ് മുതലെങ്കിലും എൻ്റെ ഉള്ളിൽ ഉണ്ണി വളരട്ടെ, എൻ്റെ ഉള്ളിൽ ഉണ്ണി വളരട്ടെ. അതിന് ഞാൻ ഇടമൊരുക്കി കൊടുത്തേ മതിയാവും.
ലോകത്തിൻ്റെ സന്തോഷത്തിൻ്റെ സദ്വാർത്തയാണിത്. അങ്ങനെയെങ്കിൽ ഈ വാർത്തയെ ഉള്ളിൽ സ്വീകരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ എത്രയോ പേർക്ക് സദ്വാർത്തകളാകേണ്ടവരാണ് അല്ലെ? എത്രയോ പേർക്ക് ഒരു സദ്വാർത്തയാകേണ്ട മനുഷ്യരാണ് ഞാനും നിങ്ങളുമൊക്കെ. പലപ്പോഴും എൻ്റെ സാന്നിധ്യം തന്നെ ഒരു സങ്കടത്തിൻ്റെ വാർത്തയായി തീരാറില്ല. എൻ്റെ കുടുംബത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു സങ്കടത്തിൻ്റെ കാരണമായി മാറാറുണ്ട്. ഞാൻ കണ്ടുമുട്ടുന്നവർക്കും ചുറ്റുവട്ടത്തും എൻ്റെ ഇടവകയിലുമൊക്കെ ഞാനൊരു സങ്കടത്തിൻ്റെ വാർത്തയാകുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലെ ഈ ഉണ്ണി സാന്നിധ്യമില്ല. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും നമ്മൾ പറയുന്നത് ക്രിസ്തു ജനിക്കട്ടെ, ക്രിസ്തു ജനിക്കട്ടെ. ഉള്ളിൽ ക്രിസ്തു ഉള്ളവർക്ക് അത് സന്തോഷത്തിൻ്റെ കാരണമായേ മതിയാവൂ. കൂടെയുള്ളവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായേ മതിയാവൂ. ഈ ക്രിസ്തുമസ് അങ്ങനെയായി മാറട്ടെ, സന്തോഷത്തിൻ്റെ സദ്വാർത്ത. ഇന്ന് ഒരുപക്ഷെ സങ്കടത്തോടൊരു വാർത്ത നമ്മൾ അടുത്ത ദിവസം കേൾക്കും. എന്താണ്? 2026 25 ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കപ്പെട്ട ദിനം അത് ക്രിസ്തുമസ് ആണെന്ന് ഒരുപക്ഷെ ചങ്കുമുറിയുന്ന ഒരു വേദനയോട് നമ്മൾ കേൾക്കേണ്ടി വരും. കാരണം ഉണ്ണിയില്ലാത്തവനൊക്കെ കൂടെയുള്ളവർക്ക് ദുരന്തമായിക്കൊണ്ടിരിക്കും. ആ ക്രിസ്തുമസിൽ ഉറങ്ങാത്ത ഒത്തിരിയേറെ കുടുംബങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുമുട്ടും. തകർന്നുപോയ ഒത്തിരിയേറെ ജീവിതങ്ങൾ ഇന്ന് നമ്മൾ കണ്ടുമുട്ടും. നശിച്ചു തീർന്ന ഒത്തിരിയേറെ തലമുറകളെ ഇന്ന് നമ്മൾ കണ്ടുമുട്ടും. കാരണം എന്താണ്? ഈ ആഘോഷം നമ്മൾ പിശാചിനെ കൂട്ടി ആഘോഷിക്കുന്നു എന്നുള്ളത്. കാരണം എന്താ? ഈ ആഘോഷം നമ്മൾ തിന്മയെ കൂട്ടുപിടിച്ച് ആഘോഷിക്കുന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു സന്തോഷത്തിൻ്റെ സദ്വാർത്തയാകണ്ടേ? യേശുവിനെ കൂട്ടുപിടിക്കാം. ഇമ്മാനുവേൽ കൂടെ വസിക്കുന്നവനാണ്. കൂടെ വസിക്കുന്നവനെ കൂട്ടിനെ പിടിച്ച് കൂടെയുള്ളവർക്കൊരു കൂട്ടായി തീരുവാൻ ഈ ക്രിസ്മസ് കാരണമാകട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പുണ്യദിനത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ആമേൻ.